വലിയ പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ LDF കൺവീനർ തന്നെ നൽകുകയാണ്. ടോൾ പിരിവ് സംഭവിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ LDF കൺവീനർ വ്യക്തമാക്കുന്നത്. റോഷിവാറാണ് വിവരങ്ങൾ നൽകിയത്. CSR ഫണ്ട് തട്ടിപ്പിലെ ആരോപണങ്ങളിൽ വിശദീകരണവുമായി BJP നേതാവ് AN രാധാകൃഷ്ണൻ രംഗത്തെത്തി. തന്റെ സന്നദ്ധ സംഘടനയായ സൈൻ വഴി പണം നൽകിയവർക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന് AN രാധാകൃഷ്ണൻ പറയുന്നു. സൈന് നൽകിയ പണം അനന്തകൃഷ്ണന് കൈമാറിയിട്ടുണ്ട്. സീഡുമായി സൈന് ബന്ധമില്ല എന്നും AN രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നു. എന്നാൽ പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാകുന്നുമില്ല. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി. സൈഫുനിസ, ഇപ്പോൾ അനന്തകൃഷ്ണന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വന്നവരിൽ AN രാധാകൃഷ്ണനുമുണ്ട്, ലാലി വിൻസെന്റുമുണ്ട്. ഇപ്പോൾ എന്ത് ബന്ധമാണ് അനന്തുമായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ടല്ലോ. എന്താണ് അദ്ദേഹം പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്തത്? സ്മൃതി, AN രാധാകൃഷ്ണനെ നമ്മൾ ഇന്ന് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ക്യാമറയിൽ ഇക്കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ AN രാധാകൃഷ്ണൻ തയ്യാറാകുന്നില്ല. നമ്മളോട് വ്യക്തിപരമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും പറയുന്നത് ഈ സായി ഗ്രാമത്തിന്റെ ഡയറക്ടർ അനന്തകുമാറാണ് തന്നെ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഈ CSR ഫണ്ട് ഉപയോഗിച്ച് ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈനുമായി, അതായത് നിലവിൽ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന AN രാധാകൃഷ്ണന്റെ ഒരു സൊസൈറ്റിയാണ് സൈൻ. ആ സൈന് വേണമെങ്കിൽ ഈ NGO കോൺഫെഡറേഷനുമായി സഹകരിച്ചുകൊണ്ട്, ഇയാളുടെ സീഡുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനന്തകൃഷ്ണനെ വന്ന് കാണാൻ പറയുകയും അങ്ങനെ AN രാധാകൃഷ്ണനെ അനന്തകൃഷ്ണൻ നേരിട്ട് വന്ന് കാണുകയുമാണ് ചെയ്തത്. ഒരു വർഷമേ ആയുള്ള ബന്ധമേ അനന്തകൃഷ്ണനുമായി തനിക്കുള്ളൂ. അത് ഈ സൈനുമായി ബന്ധപ്പെട്ട് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും എല്ലാം തന്നെ വാങ്ങുവാനായി വരുന്നവരെ സൈൻ നൽകുന്ന പണം സൈന് അത് നേരെ അനന്തകൃഷ്ണന് നൽകുകയാണ് ചെയ്തത്. നിലവിൽ അനന്തകൃഷ്ണൻ പിടിയിലായതോടുകൂടി ഈ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്ത്, അല്ലെങ്കിൽ അനന്തകൃഷ്ണനിൽ നിന്ന് പണം തിരിച്ചു വാങ്ങി ഇവർക്ക് നൽകുക എന്നുള്ളതല്ല, പകരം സ്വന്തം നിലയിൽ സൊസൈറ്റിയിലുള്ള പണം തന്നെ ആളുകൾക്ക് മടക്കി നൽകുകയാണ്. അങ്ങനെ പണം ചോദിച്ചു വരുന്നവർ വളരെ കുറവാണ്. എല്ലാവർക്കും തങ്ങളുടെ സത്യസന്ധത മനസ്സിലായിട്ടുണ്ട് എന്നാണ് AN രാധാകൃഷ്ണൻ പറയുന്നത്. ചിലരെങ്കിലും പണം ചോദിച്ച് തിരിച്ചു വരുന്നുണ്ട്. ഒരു ആൾ പണം ചോദിച്ച് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വിവാദമായതോടുകൂടി ഒരാൾക്കൊപ്പം 4-5 പേരൊക്കെയാണ് പണം തിരികെ വാങ്ങാൻ എത്തുന്നത്. അങ്ങനെ ഒരു 10 പേർ പരാതിക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ 5 പേർ ചേരുമ്പോൾ ഒരു 50ഓളം പേർ ഈ സൊസൈറ്റിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ സൊസൈറ്റി എന്തോ പ്രശ്നത്തിലായിരിക്കുന്നു എന്ന രീതിയിലൊരു മട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതല്ലാതെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സൈനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ സൈൻ്റെ അക്കൗണ്ടിലുള്ള പണം വെച്ച് തന്നെ ഇപ്പോഴുള്ള പ്രതിസന്ധികളെല്ലാം പരിഹരിക്കാനാകും. ആർക്കെങ്കിലും അങ്ങനെ പണം തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെടാവുന്നതാണ് എന്നുമാണ് AN രാധാകൃഷ്ണൻ പറയുന്നത്. ഇത് കൂടാതെ തന്നെ പല NGOകളും അല്ലെങ്കിൽ പല കമ്പനികളുമായും തങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഈ ക്രിസ്ത്യൻ മിഷണറീസ് ഉണ്ട്, സിസ്റ്റർമാരുണ്ട്, അവരെല്ലാമായും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊന്നും ഈ വിവാദം അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ചേർന്നവരല്ല. താനും ഇതിന് തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ചേർന്നതുമല്ല. ഈ ഒരു സന്നദ്ധ പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ, രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇതിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും താൻ പങ്കാളിയായത് എന്നുള്ളതാണ് AN രാധാകൃഷ്ണൻ പറയുന്നത്. താൻ ഉൾപ്പെട്ട കാര്യങ്ങളിലൊന്നും ഈ സാധനങ്ങൾ നൽകാതിരുന്നിട്ടുമില്ല എന്നുള്ളതാണ് AN രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത്. ഈ ലാലി വിൻസെന്റ് ഈ അനന്തകൃഷ്ണന്റെ അഡ്വൈസറാണ് എന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചതെന്നുമാണ് AN രാധാകൃഷ്ണൻ പറഞ്ഞത്. മറ്റൊരു കാര്യം, ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇതുമായി ബന്ധമുണ്ട്. ഇപ്പോൾ ഹൈബിയുടെ MP ആണെങ്കിലും മറ്റ് MLA-മാരൊക്കെ ആണെങ്കിൽ പോലും ഈ സ്ഥലങ്ങളിലെത്തി സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള പങ്ക് മാത്രമേ തനിക്കുമുള്ളൂ. താൻ നേരിട്ട് ഇവർക്ക് വേണ്ടി പണം കൈപ്പറ്റി കബളിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പണം കൈപ്പറ്റിയതെല്ലാം അനന്തകൃഷ്ണന് കൈമാറിയിട്ടുണ്ട്. ആ പണം ആവശ്യമുണ്ടെങ്കിൽ സൈനുമായി ബന്ധപ്പെടാം. ഇത് കൂടാതെ തന്നെ MP അബ്ദുൽ വഹാബുമായിട്ടെല്ലാം തന്നെ അവരുടെ എല്ലാം തന്നെ സൊസൈറ്റികളും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം തേടാവുന്നതാണ് എന്നും AN രാധാകൃഷ്ണൻ പറയുന്നു. ഇപ്പോഴുള്ള വിവാദങ്ങളിൽ തനിക്കെതിരെ നേരിട്ടൊരു പരാതി വരികയോ അല്ലെങ്കിൽ തന്നെ പ്രതി ചേർക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതുമായി ചേർന്ന് സഹകരിച്ചവരിൽ ഒരാൾ മാത്രമാണ് താൻ എന്ന നിലയിൽ തനിക്കിതിൽ പരസ്യ പ്രതികരണം നടത്തേണ്ട ആവശ്യമില്ല. തനിക്കെതിരെ ഒരു പരാതിയായോ അതല്ലെങ്കിൽ കേസായോ വന്നാൽ മാത്രമേ താൻ അതിൽ വിശദീകരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് ഇപ്പോൾ AN രാധാകൃഷ്ണൻ പറയുന്നത്.